എങ്ങനെയാണ് ഫേക്കായിട്ടുള്ള അഗ്രികൾച്ചർ വീഡിയോകൾ ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ ചെടിച്ചട്ടി നിൽക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലുള്ള ബുഷ് ഓറഞ്ച് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയിൽ ഇത്രയും വലിയ ബുഷ് ഓറഞ്ചൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം. അത് ഉണ്ടാവുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് ബുഷ് ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊല കുത്തി ഉണ്ടാവും. അതായത് വളരെയധികം ബുഷ് ഓറഞ്ച് നമുക്കൊരു സീസണിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ സീസണിൽ കിട്ടിക്കുമ്പോൾ ബുഷ് ഓറഞ്ചിന് ഭയങ്കര രുചിയാണ് ഇതിൻ്റെ വെള്ളത്തിന്. പിന്നെ ഇത് വെള്ളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പിഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് കുടിക്കാനുള്ള രീതിയിലുള്ള വെള്ളം കിട്ടും. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷീണം മുഴുവൻ നമ്മുടെ പെട്ടെന്ന് മാറും. പിന്നെ ഈ ബുഷ് ഓറഞ്ചിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നാണെന്നറിയാമോ? ഇതിന് ഒത്തിരി പഞ്ചസാരയുടെ ആവശ്യമുണ്ട്. നമുക്കൊരു 3-4 സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ബുഷ് ഓറഞ്ച് നമ്മുടെ എല്ലാവിധ ക്ഷീണങ്ങളും ആ ബുഷ് ഓറഞ്ചിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ക്ഷീണങ്ങളും നമ്മുടെ മാറും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് വളരെയധികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല കുത്തി ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കിത് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളിത് പറിച്ചിട്ട് നമ്മൾ ഇത് പിഴിഞ്ഞിട്ട് ഇതുപോലെ ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതില്ലാത്ത സീസണിൽ നമുക്കെടുത്ത് ഉപയോഗിക്കാം. അപ്പം ഞാൻ ആദ്യം കാണിച്ചില്ലാന്നല്ലോ നമ്മുടെ ചെടിച്ചട്ടിയിലുണ്ടാകുന്ന ആ ചെടിച്ചട്ടി ഞങ്ങൾ ചെയ്ത കേട്ടോ ഇത്. അതായത് ഒരു ഓസിൻ്റെ കഷ്ണത്തിലേക്ക് നമ്മുടെ വീട്ടിലുള്ള ബുഷ് ഓറഞ്ചിൻ്റെ തലയ്ക്കെത്തുന്ന കിട്ടുന്ന ഓറഞ്ചുകളെല്ലാം കൂടെ നമ്മളിത് ഇതുപോലെ പറിച്ചെടുത്തിട്ട് ആ ഓസിനകത്തേക്ക് ഇറക്കി വെക്കുക ചെയ്ത്. ശരിക്കും നമ്മുടെ ബുഷ് ഓറഞ്ചിൻ്റെ പൊക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർക്കേക്കായാലും അധികം പൊക്കത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ഫേക്ക് വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും കൊല കുത്തി നിൽക്കുന്ന രീതിയിൽ, അതായത് നിലത്തുനിന്ന് പൊങ്ങുന്നതിന് മുമ്പ് വളരെയധികം കായ്കളുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊന്നും നിലവിൽ കായ്ച്ചിട്ടില്ലല്ലോ എന്നുള്ള ചിന്താഗതിയൊക്കെ ഒന്നും വേണ്ട കേട്ടോ. കാരണം ഒരു പ്ലാന്റ് ഉണ്ടായി അതിന് കായ്ക്കണമെങ്കിൽ ഒരു മിനിമം ഒരു സമയം എടുക്കും. ആ സമയം എടുത്താൽ മാത്രമേ അത് നല്ല രീതിയിൽ കായ്ക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഫേക്ക് വീഡിയോകളൊക്കെ ആയിരിക്കാം. അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പരസ്യം കാണുന്ന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പുതിയ പ്ലാന്റുകൾ കാണുമ്പോൾ അത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക മാത്രമായിക്കിട്ടും നമ്മുടെ അവസ്ഥ. നമുക്കതിൽ നിന്നൊരു ഫലം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാട്ടോ. അപ്പോൾ ഫേക്ക് വീഡിയോകൾ